உங்களுக்கு பிரச்சனை ஏதோ இருக்கு மனசுல എല്ലാ പ്രശ്നവും ഇപ്പൊ എല്ലാരോടും പറയാൻ പറ്റുമോ? എല്ലാരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ஆ உங்க மனசுக்குள்ள என்ன இருக்குன்னு தெரிஞ்சா தானே நம்மளுக்கு சால்வ் பண்ண முடியும். அம்மா சொல்லுங்க அம்மா. அம்மா മനസ്സുக்குள்ள இருக்கிறது சொல்லுங்க. കാലം പഴയ കാലമൊന്നുമല്ലല്ലോ. ഇപ്പൊ പ്രായമുള്ളവർക്കേ ചെറുപ്പക്കാരോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും തന്നിഷ്ടമല്ലയോ. എന്നിട്ട് അതിനൊരു പേരും സ്വാതന്ത്ര്യം എല്ലാം വഴിയെ പഠിച്ചോളും. ഞാനൊന്നും പറയുന്നില്ല. எனக்கு ஒண்ணுமே புரியல. പുരിയണ്ട. എനിക്ക് പുരിഞ്ചു. അമ്മ എന്തോന്ന് വർത്താനം അമ്മ ഈ പറയണ? ഞാൻ ഈ വീട്ടിൽ വന്നു കയറേണ്ട അന്ന് എന്നെ പറഞ്ഞല്ലേ എനിക്ക് ഇങ്ങനത്തെ സംസാരം ഇഷ്ടമല്ലെന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്താണ്? എന്താണെന്നാ? തന്നിഷ്ടം, സ്വാതന്ത്ര്യം, അഹങ്കാരം. എനിക്കാ? നിനക്കല്ല, എനിക്ക്. എന്തോന്ന് അമ്മൂമ്മ വെറുതെ അമ്മൂമ്മ ഓരോ വിഷയമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. എനിക്ക് അതാണല്ലോ ജോലി. അതിന് മാസാമാസം എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഓരോരുത്തർ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് പോയ വഴിക്ക് അങ്ങ് പോകും. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കത്തേ ഇല്ല. அம்மா என்ன சொல்ல வரீங்க? டேய் இது நான் கேட்க வேண்டிய கேள்வி. இப்ப நான் தானே கேட்டேன், உத்தர சொல்லுங்க. நான் நினைக்கிறேன் அம்மா ஹோட்டல் ஆரம்பிக்கல அந்த பிரச்சனைய மனசுல போட்டுட்டு குழப்பிட்டு இருக்காங்க. அதை நினைச்சிட்டு வருத்தப்பட்டுட்டு இருக்காங்க. அதுதான் பிரச்சனை. കറക്റ്റ് தானே അമ്മ? അയ്യോ ഞാനൊന്നും ഉദ്ദേശിച്ചില്ലേ. നീ എല്ലാരും കൂടെ എന്റെ തല തീ കോരിയിടണ്ട. തലയില് തീ കോരിയിടാനെന്നാ? അമ്മ ഇത് എന്തോന്നമ്മ പറയണേ? അമ്മ വലിയൊരു ബിസിനസ് തുടങ്ങി അത് വലിയ പ്രശ്നത്തിൽ പോണതിനേക്കാളും നല്ലതല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യണേ? അതിനാണ് ഒരു ബ്രേക്ക് എടുത്തേക്കണേ. ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ ചെറുക്കനല്ലേ ഉള്ളു നഷ്ടം. അമ്മ എന്തിനമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ എന്തിനാണ് കുറെ ദിവസമായിട്ട് എന്നെ ഇട്ട് ഇങ്ങനെ കുത്തണേ? ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം എന്നാണ് അമ്മ വിചാരിക്കണം. അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ഒരു മരുമോളാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. സ്വന്തം മോളായിട്ട് അമ്മ എന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മയെ ഞാൻ എന്നെ സ്വന്തം അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതെങ്ങനെ? എന്തായാലും രക്തം ആവൂലല്ലോ ഞാൻ. ഇല്ല, ആ പറഞ്ഞൊരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. നിന്റെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. രക്തം ആ കൊച്ചിനെ കരയിപ്പിച്ച് വിട്ടപ്പോഴത്തേക്ക് അമ്മൂമ്മക്ക് സന്തോഷമായല്ലോ അല്ലേ? അടി അതിന് ഞാനെന്തോ പറഞ്ഞു? ഇനി എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ? அம்மா லெச்சு கௌரி சொன்னதுலயும் பாயிண்ட் இருக்கு, அம்மா சொன்னதுலயும் பாயிண்ட் இருக்கு, അപ്പൊ ഞാൻ சொன்னேலே நீ சொன்னதுலயும் பாயிண்ட் இருக்குடா. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നീ சொன்னதுலயும் பாயிண்ட் இருக்கு. എന്നാലേ ആന്റി പറയുന്നതിൽ യാതൊരു പോയിന്റും ഇല്ല. അതുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ആന്റിയെ പറഞ്ഞു വിടുന്നതിലും ഭേദം നമുക്ക് പോയി അമ്മായി ഒന്ന് കൂളാക്കിട്ട് വരാം. മക്കളെ, ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ സങ്കടം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ. എല്ലാവരും പറയുന്ന സ്ഥിരം ഡയലോഗാണ് ഇത്. ദേഷ്യം വരുമ്പോ വായി തോന്നിയതൊക്കെ ഓരോന്ന് വിളിച്ചു പറയും. എന്നിട്ട് പറയും മക്കളെ നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന്. എന്നാലേ കേൾക്കുന്നവർക്ക് നല്ല വിഷമാവും. ചേച്ചി പോട്ട് വിടുവാ. அம்மா லெச்சு சொன்னதுல பெரிய பாயிண்ட் இருக்கு. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ അല്ല കനകം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.